ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മി, ആ മുദ്രാവാക്യം വിളിയും അതിപ്പോഴും അതേ ആവേശത്തിൽ അതേപടി തുടരുന്നുണ്ടല്ലോ. ഹാഷ്മി, അദ്ദേഹത്തിന് മൃതദേഹം ഇറക്കാൻ തുടങ്ങുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് ഹാഷ്മി? ഉറപ്പായും ഉന്മേഷണം അതേ വേദനയിൽ ആവേശത്തിലുള്ള മുദ്രാവാക്യം എന്ന് വിളിക്കാൻ കഴിയില്ല. ഇത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള വേദനയുള്ള മുദ്രാവാക്യമാണ്. ആ വേദനയുള്ള മുദ്രാവാക്യം അങ്ങനെ തുടരുന്നു. അങ്ങനെ ആ സമയം മുതൽ കുറേയധികം മണിക്കൂറുകളായി ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ, BSN ആരാധകർ ഇവിടെ ഇപ്പോഴും നൂറുകണക്കിന് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്മേഷ് അല്പസമയത്തിനെന്താ ഇവിടെ നിന്ന് AKG സെന്റർ പഠനഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ കോട്ടൺ ഹില്ലിലുള്ള വെലിക്കകത്ത് വീട്ടിലേക്ക് BSന്റെ മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് പറയുമ്പോൾ പോലും ഇവിടെ നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോഴും തടിച്ചുകൂടുന്ന മുദ്രാവാക്യം, അവൈകാരിക മുദ്രാവാക്യം തുടരുകയാണ്. ഇപ്പോഴും BSനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു. നേരത്തെ അല്പസമയം മുമ്പ് MV ജയരാജൻ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിൽ MV ജയരാജൻ നേരിട്ട് പ്രവർത്തകരോട് പറയാൻ വേണ്ടി അനൗൺസ്മെന്റുമായി ഇറങ്ങിയിരുന്നു. നാളെ ദർബാർ ഹാളിൽ ഇവിടെ പൊതുദർശനത്തിനുള്ള ഈ പറഞ്ഞ വിശദമായ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇവിടെ കാണാൻ കഴിയാത്തവർക്ക് നാളെ ഇവിടെ കാണാം എന്ന് MV ജയരാജന് നേരിട്ടിറങ്ങി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് പോലും ഇങ്ങോട്ടേക്ക് ഈ തിരുവനന്തപുരത്തിന് നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് BSനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് ഈ രാത്രി തന്നെ കണ്ടേ മതിയാവൂ എന്ന നിർബന്ധത്തിൽ, എന്ന ഉറപ്പിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ പൊതുദർശനം പൂർത്തിയാവുകയാണ്. ഉന്മേഷ പൊതുദർശനം പൂർത്തിയായി. അങ്ങോട്ടേക്കുള്ള വഴിയിൽ ഒരു ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ റെഡ് വോളണ്ടിയർമാർ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ആംബുലൻസ് എത്തിയിരിക്കുന്നു. ആംബുലൻസിലേക്ക് അല്പസമയത്തിനകം BSന്റെ മൃതദേഹം കയറ്റി വാട്ടർ ഹില്ലിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചന. അവിടെ പൊതുദർശനം ഇന്ന് രാത്രിയില്ല. ഇന്ന് രാത്രിയിലുള്ള പൊതുദർശനം എന്തായാലും ഈ സമയം കൊണ്ട് പൂർത്തിയാവുകയാണ്. നാളെയാണ് ദർബാർ ഹാളിൽ രാവിലെ മുതൽ തന്നെ പൊതുദർശന സമയം തുടങ്ങുകയാണ്. ഇനി ഇവിടെ ഒരു നോക്ക് കാണാൻ കഴിയാത്തവർക്ക് പൊതുദർശനം ദർബാർ ഹാളിൽ നടത്താം എന്ന് MV ജയരാജൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ നിൽക്കുന്ന ആളുകളെ, പ്രവർത്തകരെ ഏതെങ്കിലും തരത്തിൽ സമാശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാൻ പോകുന്നതല്ല. ഇവർ വിളിക്കുന്ന മുദ്രാവാക്യം ഇല്ല മരിക്കിൽ ഒരു നാളും ഈ പാർട്ടിയും ഈ കേരളവും ഈ കേരളത്തിലെ രാഷ്ട്രീയവും ഉള്ളിടത്തോളം കാലം BSന്റെ ഓർമ്മകൾ സജീവമായി നിൽക്കും എന്ന് തന്നെ പറയുകയാണ്. ഉന്മേഷ്, നമുക്കറിയാം 102 വർഷങ്ങൾ നീണ്ട, അല്ലെങ്കിൽ നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയ 37 വയസ്സുള്ള BS അച്യുതാനന്ദനാണ് അന്ന് 32 വയസ്സുള്ള BS അച്യുതാനന്ദൻ അന്ന് ജില്ലാ സെക്രട്ടറി ആകുന്നു. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയുടെ സെക്രട്ടറി ആകുന്നു. അത്ര നന്നേ ചെറുപ്പത്തിൽ തന്നെ BS രാഷ്ട്രീയം തുടങ്ങിയതാണ്. ആ രാഷ്ട്രീയം ഏറിയും കുറഞ്ഞും ഈ കേരളത്തിലെല്ലാം പരിചിതമായ രാഷ്ട്രീയമാണ്. തുറന്ന പുസ്തകമാണ്. BS ഈ കാലങ്ങളിൽ നേരിട്ട മർദ്ദനങ്ങൾ, കൊടിയ അക്രമങ്ങളൊക്കെ ഈ കേരളത്തിന് ബോധ്യമുള്ളതാണ്. അത് ഈ നാടിന്റെ പാർശ്വവർഗ ജനതയ്ക്ക് വേണ്ടി, ഈ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് വേണ്ടിയാണ്, ഓട്ടത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് എന്ന കാര്യം ഈ നാടിന് അറിയാവുന്നതാണ്. ഇവിടെ താഴെ വീണ് കിടക്കുന്നവരുടെ പോരാട്ടമായിരുന്നു BSന്റെ പോരാട്ടം എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. തൊഴിലാളിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് ഏറ്റവും നന്നായ തൊഴിലാളികൾക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു. അപ്പോൾ BSന്റെ ആ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഓർമ്മകൾ മാത്രമാക്കി BS പോകുന്നു എന്ന് പറയുമ്പോൾ ആ പാർശ്വവൽകൃത ജനതയ്ക്ക് ഒരു അനാഥത്വം ഉറപ്പായും ഉണ്ടാകും. ഉന്മേഷ്, നമുക്കറിയാം 100 വയസ്സിന് മുകളിൽ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യായുസിന്റെ പരമാവധിയാണെന്ന് നമുക്കറിയാം. പക്ഷേ BS വിട്ടുപോവുക എന്ന് പറയുന്നത് ഉള്ളിൽ ഉണ്ടാക്കുന്ന ശൂന്യത, അത് BSനെ സ്നേഹിക്കുന്ന, BSനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പര്യടന കാലയളവിൽ എപ്പോഴെങ്കിലും ഉള്ളിൽ തട്ടി സ്നേഹിച്ചിട്ടുള്ളവർക്ക് BSന്റെ ആ വിയോഗം അതൊരു ശൂന്യതയായി മാറും. അതൊരു രാഷ്ട്രീയ ശൂന്യതയായി മാറും. അതൊരു രാഷ്ട്രീയ അനാഥത്വം പോലെ തോന്നും. അങ്ങനെ രാഷ്ട്രീയ അനാഥത്വം പോലെ തോന്നുന്ന ഒരുപാട്. ഹാഷ്മിയിലേക്ക് എത്താം. ഇപ്പോൾ BSന്റെ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. തൊണ്ട പൊട്ടുമാറ് മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. BSN അങ്ങനെ AKG സെന്റർ, പഴയ AKG സെന്റർ, CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമാണ്. AKG സെന്റർ ഇപ്പോൾ വിട നൽകുകയാണ് BSന്. നിലവിൽ അത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ്. BSന്റെ കർമ്മഭൂമി കൂടിയായിരുന്നു അവിടമെന്ന് പറയുന്നത്. ഒട്ടേറെ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്ത ഇടമാണ്. രാഷ്ട്രീയ പ്രവർത്തനം അതിന് നേതൃത്വം നൽകിയ ഇടമാണ്. അവിടെ നിന്നിപ്പോൾ BS അവസാനമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയും തിരുവനന്തപുരത്തെ വസതിയിലേക്കാണ് ആ യാത്ര. അവിടെ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. അതിനിടയിലൂടെ BSന്റെ മൃതദേഹം പാർട്ടി പ്രവർത്തകരും നേതാക്കളും ചേർന്നിപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നു. നേതാക്കൾ അവിടെ ആവേശത്തോടെ, പ്രവർത്തകർ അവിടെ വേദനയോടെ കണ്ഠമിടറിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്.